എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷയും എഴുതാൻ പോകുന്നവർ നിർബന്ധമായും കാണുക. മസ്റ്റ് വാച്ച്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിൽ തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷയും എഴുതാൻ പോകുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ 4 ഇയർ ഡിഗ്രി വരുന്നതിന് മുമ്പ് FIU ഇപ്പോൾ റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം ഒന്നിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ 4 ഇയർ ഡിഗ്രി വന്നതിന് ശേഷം റെഗുലർ വിദ്യാർത്ഥികളുടെ വേറെയും സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് വിദ്യാർത്ഥികളുടെ വേറെയുമാണ്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, പ്രത്യേകിച്ച് സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ റെഗുലർ എക്സാമിൻ്റെ FIUGP ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ഓൾറെഡി പൂർത്തിയാകുകയും ചെയ്തതാണ്. എന്നാൽ പരീക്ഷ എന്ന് തുടങ്ങും, സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിൻ്റെ പരീക്ഷ എന്ന് തുടങ്ങുമെന്നുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ ഒരു നോട്ടിഫിക്കേഷനും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കാം. അപ്പോൾ പ്രധാനമായും പറയാനുള്ളത്, ഇപ്പോൾ FIUGP ഒന്നാം സെമസ്റ്റർ പരീക്ഷ നവംബർ മാസം 14 തീയതി മുതലാണ് ആരംഭിക്കുക. എന്നാൽ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷ എന്നു മുതൽ ആരംഭിക്കുമെന്നുള്ളത് വ്യക്തതയില്ല. പക്ഷെ എന്നാൽ പോലും പ്രിയ വിദ്യാർത്ഥികളോട് ഒരു എക്സ്പെക്ട് ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാനുള്ള സാധ്യത എന്നുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ വേഗം നടത്തി തീർക്കുക തന്നെ ചെയ്യും. പ്രധാനമായി ശ്രദ്ധിക്കണം, 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഒക്ടോബർ മാസം 30 അതുപോലെ തന്നെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നവംബർ മാസം, FIUGPയുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നവംബർ മാസം 3 മുതൽ ആരംഭിക്കും. 3ാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷ നവംബർ മാസം 12 തീയതി മുതൽ ആരംഭിക്കും. FIUGP ഒന്നാം സെമസ്റ്റർ പരീക്ഷ നവംബർ 14 തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ പരീക്ഷകളും ഒന്നിച്ചാണ്, പരീക്ഷയുടെ ഇടയ്ക്ക് ഗ്യാപ്പില്ല, കാര്യമായ രീതിയിലുള്ള ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഡേറ്റ് വന്നില്ലെന്ന് കരുതി പഠിക്കാതിരുന്നുകൂടാ, നേരത്തെ പഠിച്ചുകൊള്ളുക. പരീക്ഷയ്ക്ക് കാര്യമായ രീതിയിലുള്ള ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് പ്രധാനമായും ശ്രദ്ധിക്കാം. ഒരു മാസം കൊണ്ട് വളരെയധികം പരീക്ഷകൾ, സാധാരണഗതിയിൽ റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം ഒന്നിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ റെഗുലർ എക്സാം, അത് FIUGP വേറെയും സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം വേറെയുമാണ് നടക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായും ശ്രദ്ധിക്കാം. അപ്പോൾ പരീക്ഷകൾ വേഗം തന്നെ ഉണ്ടാവും. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നവർക്ക് നിങ്ങളിലേക്ക് അറിയിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ചാൻസ് ഇല്ലെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക. ചാൻസ് ഉണ്ട്, പക്ഷേ റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ കൂടെ എഴുതാൻ സാധിക്കില്ല. യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെന്ററി എക്സാമിനേഷനും മെയിൻസി ചാൻസ് പരീക്ഷകൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട്. അതുകൊണ്ട് തന്നെ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന ചാൻസ് ആണെന്ന് കൂടി കണ്ടുകൊണ്ട് പഠിച്ചുകൊള്ളുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതിന് ഫൗണ്ടർ സ്ക്രീൻ ഫോർ ദ കരിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.